അങ്ങനെ ഇതാ ഒരു സൺഡേ കൂടി എത്തിയിരിക്കുന്നു. സൺഡേ ഹോളിഡേ എന്ന് സ്കൂളിൽ പഠിച്ചതുകൊണ്ട് സൺഡേ ആകുമ്പോൾ ഒരു സന്തോഷമാണ്. പക്ഷേ സൺഡേ അവസാനിക്കാറാകുമ്പോഴാണ് സങ്കടം വരിക. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് റെഡി ആവണം, സ്കൂളിൽ പോകണം. ഇതിപ്പോൾ മഴക്കാലം കൂടി ആണെങ്കിൽ കൊച്ചു കുട്ടികൾക്കൊന്നും ഒട്ടും ഇഷ്ടാവില്ല. എനിക്കും ഇഷ്ടമായിരുന്നില്ല. ഇതിപ്പോൾ വലുതായപ്പോണ്ട് ജോലി ചെയ്യാൻ പോകണം. അതുകൊണ്ട് സൺഡേ എന്ന് പറഞ്ഞാൽ ഒരു സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാണ് കേട്ടോ. ഹായ്, വെൽക്കം ടു മൈ വീഡിയോ. അങ്ങനെ ഞാൻ വെൽക്കമിംഗ് ഒക്കെ പറയുമ്പോഴാണ് എല്ലാവരും സംസാരിക്കുന്നതും ചുറ്റുമുള്ളതെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്കില്ല കേട്ടോ. വാങ്ങിച്ചിട്ടുണ്ട്, ഉടനെ തന്നെ എത്തും. അങ്ങനെ സൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേ അച്ഛനും മോനും കൂടെ രാവിലെ മുതലേ ഈ ട്രൈസിക്കിളിലുള്ള കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ രാവിലെ കുറേ സമയം കളിച്ചിട്ടുണ്ടായിരുന്നു. മോൻ അച്ഛനെ കിട്ടുന്നത് ഈ വീക്കെൻഡ് മാത്രമാണ്. കാരണം ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് വീക്ക് ഡേയ്സിൽ ബ്ലൂവിന് വരാൻ പറ്റില്ല. അമ്മയാണെങ്കിൽ അത് നോക്കി ആസ്വദിച്ച് നിൽക്കുകയാണ്. കുറച്ച് സമയം മാത്രമേ നിന്നു. കുറേ സമയം ഇങ്ങനെ കളിച്ചപ്പോൾ അവനും ഇത് മതിയായിട്ടോ. കുറച്ചൊക്കെ അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ സാഷാൻ്റെ ഒരു ടെമ്പർ തെറ്റി. അത്യാവശ്യം വലിയൊരു മഴ പെയ്ത്. അപ്പം നിങ്ങൾക്കൊരു കാഴ്ച കാണണോ? ഇവിടെ ഒരാൾ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. ആ വെള്ളത്തിൽ കളി തുടങ്ങുകയാണ്. ആഹാരമൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. അവൻ തന്നെ പറയാൻ വരികയാണേ. ഞാൻ കാണിച്ച അവൻ്റെ ടെമ്പോ ഒക്കെ അതിൽ കളിക്കാൻ വേണമെന്ന് എന്നോട് പറഞ്ഞിരിക്കുകയാണേ. ഇതിപ്പോൾ തന്നെ ഈ വെള്ളം ഇവിടുന്ന് പോകും കേട്ടോ. അത് അധിക സമയമൊന്നും ഈ വെള്ളം ഇവിടെ നിൽക്കില്ല. ഇപ്പം തന്നെ പോകും. ഇവിടെ ഞങ്ങൾ കിണർ കുഴിച്ചിട്ടുണ്ടായിരുന്നേ, പക്ഷെ വെള്ളം കിട്ടിയില്ല. പക്ഷെ കിണർ കുഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയമല്ല കുറച്ച് കാലം കഴിഞ്ഞതും ഈ ഭാഗം ഇങ്ങനെ താഴ്ന്നു പോയി. അപ്പോൾ ഇതിനെ എല്ലാം മുറ്റം ഒന്ന് റീഅറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാ മഴയത്തും ഇവിടെ മാത്രം കുറച്ച് വെള്ളം നിൽക്കും. എന്തൊക്കെയോ അവൻ പറയണം. ഇപ്പം ഞാനും അവന് കുറച്ച് സമയമല്ലേ, ഇപ്പം മഴയൊന്നും ഇല്ലല്ലോ, അപ്പം ഒന്ന് കളിച്ചോട്ടെ എന്ന് പറഞ്ഞ് വിട്ടേക്കുന്നേ. ഇനി എന്തായാലും നേരെ പോയി കുളിക്കാനാണ്. നോ പക്ഷെ ഇങ്ങനെയുള്ള ചില ചതിപ്പണികളൊക്കെ ഉണ്ട്. അതായത് വെള്ളം എടുക്കുക, വായിൽ വെക്കുക. നോ, അത് ബാഡ് വാട്ടറാണ്, ഡേർട്ടി വാട്ടറാണ്. നോ. ഒരു മഴയും കഴിഞ്ഞ് സ്കൈ കാണിച്ചു തരാം കേട്ടോ. സ്കൈ ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ട്. ഒരു ബേർഡൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാതെ മഴക്കാറൊന്നും ഇല്ലാതെ സ്കൈ നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ആ വഴത്തൊക്കെ കുറച്ച് മഴക്കാറുണ്ട് തോന്നുന്നു. പക്ഷെ പാലക്കാട് ഈ ഒരു മഴക്കാറിനൊന്നും മഴ പെയ്യില്ല കേട്ടോ. അവനിപ്പോഴും ഓടിക്കളിക്കൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണേ. അവരെൻജോയ് ചെയ്യട്ടെ. അങ്ങനെ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ കുറച്ച് ക്ലോത്ത്സ് ഉണങ്ങാനിടാനുണ്ട്. അത് ഇടാമെന്ന് കരുതിയിട്ട് വന്നതാണ്. വാഷിങ് കഴിഞ്ഞു. ഞങ്ങളുടെ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ്. കുറച്ചധികം പഴകിയതാണ്. അതുകൊണ്ട് തന്നെ അതിന് 6 കിലോ മാത്രമേ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനുള്ളത് കൊണ്ട് ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും വാഷ് ചെയ്യണം. നേരത്തെ അച്ഛനും അമ്മയായിരുന്നു, അപ്പോൾ അവർക്ക് 2 ദിവസത്തിൽ ഒരിക്കലൊക്കെ വാഷിങ്ങിന് ഇട്ടാൽ മതിയായിരുന്നു. ഇത് ബേബി ആണെങ്കിൽ ഉച്ചയാണെന്ന് നോക്കാതെ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. കാണുമ്പോൾ വിചാരിക്കും അവനാണ് ഓടിക്കുന്നതെന്ന്. അവൻ 1.5 വയസ്സേ ആയിട്ടുള്ളൂ. അവൻ ഓടിക്കാറൊന്നും ആയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഓടിച്ചാലും അവൻ ഇരിക്കാറില്ല കേട്ടോ. റിമോട്ടിലുള്ള കൺട്രോളാണത്. ഞങ്ങൾ ആരെങ്കിലും കൺട്രോൾ ചെയ്യുമ്പോൾ ഇവന് ഇരിക്കാറേ ഇല്ല. ബ്ലൂവിനാണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ഉണ്ടാവുകയും അപ്പോൾ ഇരിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ അച്ഛനെ ഇരുത്തി ഓടിക്കാറാണ്. എനിക്കും ഈ വണ്ടി ഇഷ്ടമാണ്, ഞാനും ഇരുത്തി ഓടിക്കാറുണ്ട്. അങ്ങനെ കുറേ നേരം അച്ഛനും മോനും കൂടി മുറ്റത്ത് ഓടിച്ച് കളിക്കുകയാണ്. പക്ഷേ ഉച്ച സമയമാണ്, നല്ല വെയിലും അത്യാവശ്യമുണ്ട് കേട്ടോ. ഇത് അങ്ങനെ ഈവനിങ് ടൈമായി. ഞാനങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് എങ്ങോട്ട് പോകണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ചയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, ബേബിക്ക് എല്ലാ അനിമൽസും ഇഷ്ടമാണ്. പൂച്ചയും നായും അങ്ങനെ പെറ്റ്സ് ആണെങ്കിലും ബാക്കിയുള്ള വലിയ മൃഗങ്ങളാണെങ്കിലും അതിനൊന്നും നേരിട്ട് കണ്ടിട്ടില്ല. എന്നാലും അവന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ കഴിക്കുന്ന സ്നാക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു വീട്ടിൽ വളർത്തുന്ന പൂച്ചയാട്ടോ, അതുകൊണ്ട് അത് ഇത്രയും അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ പൂച്ചയ്ക്ക് സ്നാക്സ് കൊടുക്കുന്നത് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. എന്നിട്ട് അതൊന്നും അതിന് ഇഷ്ടപ്പെട്ടില്ല. എരിവുള്ള ഒരു മുറുക്ക് മാത്രമേ പൂച്ചയ്ക്ക് ഇഷ്ടമുള്ളൂ. പൂച്ചയ്ക്ക് വരെ സ്പൈസസ് ആണ് ഇഷ്ടം. എന്തായാലേ അവൻ അതിൻ്റെ മേലേക്ക് ഇരിക്കാൻ നോക്കുകയാണ്. അതിൻ്റെ വാലിലൊക്കെ പിടിച്ചിട്ടും
ഒരുപാട് കളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ. പിന്നെ വളർത്തുന്ന പൂച്ചയായ കാരണം അത് സഹകരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതേ കണ്ട് ഈ അത് തിന്നാൻ ശ്രമിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് അത്യാവശ്യം എരിവുണ്ടായിരുന്നു. പുറത്ത് പോയിട്ട് വരാം കേട്ടോ. ഇപ്പം സമയം ഏകദേശം ഈവനിങ് കഴിഞ്ഞു, ചായ കുടിയൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോയി, ഇന്ന് സൺഡേ ആണല്ലോ, അപ്പോൾ ഇന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ഞങ്ങൾ സാധാരണ നോർമലി ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് എങ്ങോട്ട് പോകണം, അച്ഛൻ്റെ പാടത്തേക്ക് പോകണോ അതോ വേറെ എങ്ങോട്ടെങ്കിലും പോകണമെന്നോ. ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് 5 മണി കഴിഞ്ഞു, ഒന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെ ഇതാ ഞങ്ങൾ പാടത്തെത്തിയിട്ടുണ്ട്. ഇത് ഈ കാണുന്നതാണ് പാടം കേട്ടോ. ഇത് സ്റ്റാർട്ടിങ് മുതൽ ഞങ്ങളുടെ പാടമാണ്. അവിടെ അച്ഛൻ ഒരാൾ നിൽക്കുന്നതായിട്ട് കണ്ടോ. ഞാൻ ഫാസ്റ്റിൽ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ഇതൊരു മലയുടെ താഴ്വാരത്തിലാണ്. അച്ഛൻ്റെ വണ്ടിയുണ്ട്, എൻ്റെ വണ്ടിയുണ്ട്. ബ്ലൂവിനും ബേബിയും കൂടെ അവിടെ വെള്ളം പോകുന്നത് നോക്കി നിൽക്കുകയാണ്. അസാധ്യ വ്യൂ ആയിരുന്നു കേട്ടോ. എനിക്ക് എപ്പോഴും പാടത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ സ്കൂട്ടർ ഓടിക്കാൻ കൂടെ പഠിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും പോകാറുണ്ട്. അത്യാവശ്യം ദൂരത്താണ് പാടം. നിങ്ങൾ ഈ കൊല്ലംകോടൊക്കെ കേട്ടിട്ടില്ലേ? കൊല്ലംകോടല്ല പാടം, കൊല്ലംകോടൊക്കെ ഇതേ വ്യൂ ആണ് കേട്ടോ. ഞങ്ങളുടെ പാടത്തിൻ്റെ അതേപോലെ വ്യൂ ആണ്. പാലക്കാട് പൊതുവേ നെല്ലും തെങ്ങും ഒക്കെ ഉള്ള പാടങ്ങളാണല്ലോ. അപ്പോൾ അതേ ഞങ്ങൾ പാടത്ത് പോയിട്ട് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ അച്ഛനെ വിളിക്കുന്നുണ്ടായിരുന്നു, അച്ഛനാണെങ്കിൽ കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. ആ മലയുടെ ചോട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. അതിനു വേണ്ടിയായിരുന്നു അച്ഛനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ അച്ഛൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ സൂം ചെയ്ത് കാണിച്ചാണ്, പക്ഷെ കാണുന്നില്ലല്ലോ ഇതിനകത്ത്. അച്ഛൻ അവിടെ പാടത്തിന്റെ നടുക്ക് കുമ്പിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ, അതായത് കുനിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് മീൻസ് അച്ഛൻ വരുന്നവരെ നിൽക്കണമല്ലോ. ആ മലയുടെ ചോട്ടിലേക്ക് പോകാൻ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ മീൻസ് ഒറ്റയ്ക്കല്ല, ഞങ്ങൾ 3 പേരും കൂടെ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അച്ഛനാണെങ്കിൽ വഴി അറിയാലോ എന്ന് വെച്ചിട്ട് അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ എന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുക. പെട്രോൾ അടിക്കാൻ പോകണം അല്ലേ? എത്രയേ ഉള്ളൂ. ബൈ പറയും, ആരാണെന്നൊന്നും അറിയില്ല ബൈ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് സൂര്യനൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് തിരിച്ചു പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ വരണമല്ലോ. ഈ വെള്ളം പോകുന്നതാണ് നോക്കി നിന്നത്.